ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 97 വേഷം മാറി വന്ന ചേതനെ കണ്ട് അവൻ വലിയ പണക്കാരനാണെന്ന് കരുതി റിയൽ എസ്റ്റേറ്റുകാരൻ തിളങ്ങുന്ന കണ്ണുകളോട് നോക്കി. അയാൾക്കറിയില്ലല്ലോ ഇതൊക്കെ വെറും ആളുകളെ പറ്റിക്കാനുള്ള വേഷം കെട്ടലുകളാണെന്ന്. സാർ നോക്കുന്നിടത്തിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? അയാൾ ചോദിച്ചു. ഏതു വിധത്തിലും ചേതന്റെ കയ്യിൽ നിന്നും മാക്സിമം പണം തട്ടണമെന്ന് അയാൾ ചിന്തിച്ചു. നല്ല വൃത്തിയുള്ളതായിരിക്കണം, വളരെ വിശാലമായ ചുറ്റുപാടായിരിക്കണം, അതുപോലെ എനിക്ക് ഉടനെ തന്നെ അവിടേക്ക് താമസം മാറാൻ പറ്റുന്ന വിധത്തിൽ വേണം ആ ബംഗ്ലാവ് തയ്യാറായിരിക്കാൻ. ചേതൻ അയാളോട് തന്റെ ആവശ്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. ഓ, ചേതന്റെ ആവശ്യങ്ങൾ കേട്ട് ഏജന്റിന് ശരിക്കും തനിക്ക് ലോട്ടറി അടിച്ചതായാണ് തോന്നിയത്. ചേതൻ വെറും മണ്ടനാണെന്നും അവനെ പെട്ടെന്ന് പറ്റിക്കാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. ചേതന്റെ പ്രത്യേക ഡിമാൻഡുകൾ ബംഗ്ലാവിന്റെ വില എളുപ്പത്തിൽ കൂട്ടും. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ബംഗ്ലാവാണ് ചേതൻ ചോദിച്ചിരിക്കുന്നത്. ഏജന്റിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. അയാൾ മെല്ലെ തന്റെ ബിസിനസ് തന്ത്രങ്ങൾ പുറത്തെടുത്തു. സാറിന്റെ ഡിമാൻഡുകൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ബംഗ്ലാവുകൾ എന്റെ കയ്യിൽ ഒരുപാടുണ്ട്, പക്ഷേ വാടക അല്പം കൂടുതലായിരിക്കും. ഉയർന്ന വാടക ചോദിക്കാനുള്ള തന്റെ പ്ലാനിന്റെ ആദ്യ ചവിട്ടുപിടി എന്നോണം അയാൾ പറഞ്ഞു. വാടകയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ബംഗ്ലാവ് നന്നായ മാത്രം മതി എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചേതൻ പറഞ്ഞു. ഇപ്പോൾ ഒരു എസ് ലെവൽ അധ്യാപകന്റെ വേഷത്തിലായിരുന്നു ചേതൻ അവിടെ നിന്നിരുന്നത്. അതുകൊണ്ട് കാശിന് പിശുക്ക് കാണിക്കുന്നത് ഒരു എസ് ലെവൽ അധ്യാപകന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി അവൻ മടി കൂടാതെ സമ്മതം മൂളി. ഇത് കേട്ട് ഏജന്റ് തന്റെ പല്ലുകളെല്ലാം കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. തന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നതിൽ അയാൾ ഉള്ളിൽ സന്തോഷിച്ചു. ശരി സാർ, എന്നാ ഞാൻ ബംഗ്ലാവ് കാണിച്ചു തരാം, സാറ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ, അയാൾ ചേതനോട് പറഞ്ഞു. എന്നിട്ട് തിടുക്കത്തിൽ കട പൂട്ടിയിറങ്ങി. അയാൾ ഒരു താക്കോലും കയ്യിലെടുത്ത് പിടിച്ചിരുന്നു. എന്നിട്ട് അയാൾ ചേതനോട് തന്നെ പിന്തുടരാൻ ആവശ്യപ്പെട്ടു. ചേതൻ അവനെ അനുഗമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരു വലിയ ബംഗ്ലാവിന്റെ മുന്നിലെത്തി. ഈ ബംഗ്ലാവ് കഴിഞ്ഞ വർഷം ഒരു ബിസിനസ്സുകാരൻ വാങ്ങിയതാണ്, പക്ഷേ നിർഭാഗ്യവശാൽ അയാള് ആ വർഷം മരിച്ചു. അങ്ങനെ ഈ ബംഗ്ലാവ് അയാളുടെ മകന്റെ കൈകളിൽ എത്തപ്പെട്ടു. മകനാവട്ടെ ചൂതാടി കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം കളഞ്ഞു കുടിച്ചു. അങ്ങനെ പാപ്പരായി മാറി അയാള് ഈ ബംഗ്ലാവ് വിൽക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ ബംഗ്ലാവ് വാങ്ങി നവീകരിച്ചു. ഇത് സാർ വിചാരിച്ചതുപോലെ തന്നെ ഉള്ളതായിരിക്കും. സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ അകത്ത് കയറി നോക്കാം. ഏജന്റ് ചേതന്റെ മുഖഭാവം വായിച്ചെടുക്കാൻ ശ്രമിച്ചു. ഈ ബംഗ്ലാവ് ഏജന്റിന്റെ ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ ബംഗ്ലാവാണ്. സ്ഥലത്തിനോ വലിപ്പത്തിനോ ഒന്നും അതിനൊരു കുറവുമില്ല. അതുകൊണ്ടാണ് ചേതനെ ആദ്യം തന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം മറ്റ് ബംഗ്ലാവുകൾ കാണിച്ചാൽ മതിയല്ലോ. ഇതെങ്ങാനും ചേതന് ഇഷ്ടമായാൽ അത് ഏജന്റിന്റെ ഒരു ജാക്ക്പോട്ട് തന്നെയായിരിക്കും. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ബംഗ്ലാവ് കാണാൻ വേണ്ടി തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? വാ, അകത്ത് പോവാം. ചേതൻ തന്റെ എസ് ലെവൽ അധ്യാപകൻ എന്ന റോൾ നല്ല രീതിയിൽ അഭിനയിക്കണം. അതുകൊണ്ട് അവന്റെ വീടും ആഡംബരപൂർണമായിരിക്കണം. ഒരു സീനിയർ ടീച്ചറും വെറും ഒരു മുറി വീട്ടിൽ തങ്ങില്ല. പിന്നെ പണത്തിന്റെ കാര്യമാണെങ്കിൽ അത് ചിലവാക്കുന്നതിലും കൂടുതൽ തിരിച്ചു പിടിക്കാനാണ് അവൻ പോകുന്നത്. ചേതന്റെ മുഖത്തെ താല്പര്യം കണ്ട് ഏജന്റ് ഉടനെ തന്നെ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നു. മുന്നിൽ തന്നെ ചെറിയ കുളവും ഫൗണ്ടേഷനും ഒക്കെയുള്ള വലിയൊരു പൂന്തോട്ടമാണ്. കൂടാതെ വലിയൊരു മുറ്റവും ഉണ്ടായിരുന്നു. ബംഗ്ലാവിന് ചുറ്റും എല്ലാത്തരം മരങ്ങളും നട്ടുപിടിപ്പിച്ചിരുന്നു. ചേതൻ ചുറ്റുപാട് നോക്കി. കൊള്ളാം, അവൻ പറഞ്ഞു. ഈ ബംഗ്ലാവ് അവൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു. ഇനി തന്റെ സാധനങ്ങളും കൊണ്ട് താൻ ഇവിടെ താമസം മാറിയാൽ മാത്രം മതിയെന്ന് ചേതൻ കരുതി. കാരണം സർവ്വ സജ്ജീകരണങ്ങളോട് കൂടിയായിരുന്നു ആ ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. ഈ ബംഗ്ലാവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വാടക എത്രയാണ്? ഒരു വലിയ മുതലാളിയെ പോലെ കൈകളാൽ ആംഗ്യം കാണിച്ചുകൊണ്ട് ചേതൻ ചോദിച്ചു. ഈ പരിസരത്തുള്ള ബംഗ്ലാവുകളിൽ വെച്ച് ഏറ്റവും ആഡംബരമുള്ളതാണിത്. അതുകൊണ്ട് ഇതിന് വാടക മാസം 1.5 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ്, ഏജന്റ് പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ട് ചേതൻ ഞെട്ടി. എന്ത്, 1.5 ലക്ഷോ? ചേതന് ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലെങ്കിലും വെറും ഒരു മാസത്തേക്ക് 1.5 ലക്ഷം രൂപ അവന് കുറച്ച് അധികമായി തന്നെ തോന്നി. അതുകൊണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കിയേക്കാം എന്ന് കരുതി ചേതൻ അയാളുടെ അടുത്തേക്ക് അയാളെ അടിക്കാൻ പോകുന്നത് പോലെ കൈ ഉയർത്തി. അത് കണ്ട അയാൾ പെട്ടെന്ന് തന്നെ പിൻവാങ്ങി സ്വയം പ്രതിരോധിക്കാനായി കൈകൾ ഉയർത്തി. എന്നിട്ട് ഞെട്ടലോടെ ഏജന്റ് ചോദിച്ചു, സാർ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഏജന്റിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള നീക്കം കണ്ട് ചേതന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി ഉണർന്നു. അതിൽ അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിഞ്ഞു. അയാൾ ഒരു ഡോൺ 3 ലെവൽ 4 ഫൈറ്റർ ആയിരുന്നു. ആ ലെവലിൽ നിന്ന് മുന്നേറാൻ കഴിയാതെ അയാൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ ഡോൺ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തതാണ്, ചേതൻ പറഞ്ഞു. അവൻ കൈ പിന്നിൽ കെട്ടി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഏജന്റിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. വെറും 1 മാസം താമസിക്കുന്നതിന്
1.5 ലക്ഷം രൂപയാവുന്ന നിങ്ങൾ കള്ളം പറയുന്നതാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഈ ബംഗ്ലാവിന്റെ യഥാർത്ഥ വിലയുടെ 3 ഇരട്ടിയാണ് നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. 50,000 സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഇതിന്റെ വാടക വരികയുള്ളൂ. ചേതൻ പറഞ്ഞു. എന്ത്, ഈ ബംഗ്ലാവിന് വാടക കുറവാണെന്നോ? ആ ഏജന്റ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ സാർ എന്തൊക്കെയാ പറയുന്നത്? ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന് തന്നെ കാതലായ ഒരിടത്താണ്. പിന്നെ ഈ ബംഗ്ലാവിന്റെ ചുറ്റുപാട് ഭാഗമൊക്കെ സാറ് കണ്ടതല്ലേ? ഇതുപോലൊരു ബംഗ്ലാവിന് 1.5 ലക്ഷത്തിൽ കൂടുതൽ വാടക വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുന്നതിന് പകരം സാറിന് ഇത് ശരിക്കും കുറഞ്ഞ വിലക്കാണ് കിട്ടാൻ പോകുന്നത്. ഏജന്റ് പറഞ്ഞു. കുറഞ്ഞ വിലക്കോ? ചേതനൊന്ന് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജെയിംസ് എന്നൊരാളുടെ ബംഗ്ലാവായിരുന്നു ഇത്. ഇത് വിൽക്കാൻ അദ്ദേഹം പലതവണ ശ്രമിച്ചെങ്കിലും ഇത് വാങ്ങാൻ ആരെയും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് വിൽക്കേണ്ടതില്ല, പകരം വാടകയ്ക്ക് നൽകാമെന്ന് തീരുമാനിച്ചു. അയാൾ ഈ ബംഗ്ലാവിന് തീരുമാനിച്ച വാടക 50,000 സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് 15% കമ്മീഷൻ തരാമെന്നുമാണ് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. എന്നിട്ടും നീ എന്നോട് പറഞ്ഞത് 1.5 ലക്ഷം എന്നാണ്. നിന്റെ അത്യാഗ്രഹം കുറച്ച് കൂടുതലല്ലേ? ചേതൻ കടുപ്പത്തിൽ ചോദിച്ചു. അത് കേട്ട ഏജന്റ് ഒന്ന് ഭയന്ന് 2 അടി പിന്നോട്ട് പോയി. സാർ, നിങ്ങൾക്ക് ഇതൊക്കെ? ഏജന്റ് ഭയന്ന കണ്ണുകളോടെ ചോദിച്ചു. ബിസിനസ് കാരണം ഏജന്റും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അതനുസരിച്ച് ചേതൻ പറഞ്ഞതുപോലെ 50,000 മാത്രമാണ് അവർ നിശ്ചയിച്ചിട്ടുള്ള വാടക. എന്നാൽ ഈ ഇടപാട് സ്വകാര്യമായി നടന്ന ഒന്നാണ്. അയാൾക്കും ആ ബിസിനസ് ഉടമയ്ക്കും അല്ലാതെ മറ്റാർക്കും അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അതെങ്ങനെ ഇയാൾ കണ്ടുപിടിച്ചു? ഏജന്റ് ആശയക്കുഴപ്പത്തിലായി. അയാൾക്ക് ഇനി എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്താ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് തനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ? മറുവശത്ത് സത്യത്തെ നിഷേധിക്കാനാവില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഏജന്റ് ഒന്നും മിണ്ടാ നിന്നു. എന്താടോ താനൊന്നും മിണ്ടാ നിൽക്കുന്നത്? ചേതൻ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എന്നിട്ട് തുടർന്ന് സംസാരിച്ചു. 3 മാസം മുമ്പ് എമറാൾഡ് റെസ്റ്റോറന്റിൽ വെച്ചാണ് നിങ്ങൾ ഈ കരാർ ഒപ്പിട്ടത്. നിങ്ങളുടെ കൂടെ അയാളെ സൽക്കരിക്കാനായി ഉണ്ടായിരുന്ന സ്ത്രീ അവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഹോസ്റ്റസ് ആയിരുന്നു. നിങ്ങൾ 2 പേരും കരാർ ഒപ്പിട്ട ശേഷം 8 വർഷം പഴക്കമുള്ള വൈൻ കുടിക്കുകയും രുചികരമായ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ സമയത്ത് റെസ്റ്റോറന്റിൽ ജാസ് മ്യൂസിക് പ്ലേ ചെയ്തിരുന്നു. ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ 2 പേരും 3 പെൺകുട്ടികളെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ അവിടെ നടന്നതൊക്കെ തന്നോട് വിവരിച്ച് പറയണോ അതോ? ചേതൻ ചോദിച്ചു. ചേതൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആ ഏജന്റിന്റെ തല ശരിക്കും കറങ്ങാൻ തുടങ്ങിയിരുന്നു. വേണ്ട. ഏജന്റിന്റെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി. അവൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ചേതൻ പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. അതുമെല്ലാം വിശദമായി തന്നെയായിരുന്നു അവൻ പറഞ്ഞത്. സാർ ആരാണ്? മരണഭയത്തോടെ ഏജന്റ് ചോദിച്ചു. ഞാനൊരു ബംഗ്ലാവ് വാടകയ്ക്ക് എടുക്കാനാണ് വന്നത്. പക്ഷേ നീ എന്നെ മുതലെടുക്കാൻ ശ്രമിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചേതൻ പറഞ്ഞു. ഞാൻ എന്താ ചോദിക്കുന്നത്? ഇയാൾ എന്താ പറയുന്നത്? അല്ല, ഇയാൾ സത്യത്തിൽ ആരാണ്? ഇയാൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഇതൊന്നും എന്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോ ഇയാൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഏജന്റ് ചിന്തിച്ചു. സാർ, നിങ്ങൾ ആരാണ്? പ്ലീസ് അതൊന്ന് പറയാമോ? അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. എനിക്ക് വേണ്ടത് ഒരു ബംഗ്ലാവാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് മാത്രം ചെയ്തു തന്നാ മതി. അതും ന്യായമായ വാടകയ്ക്ക്. നിങ്ങൾ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലേ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ മറിച്ചാണെങ്കിൽ ചേതനൊരു താക്കീതോടെ പറഞ്ഞു നിർത്തി. ക്ഷമിക്കണം സാർ, കൂടുതൽ ലാഭം നേടാനുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. സാർ പറഞ്ഞതുപോലെ വാടക മാസം 50,000 സ്വർണ്ണ നാണയങ്ങൾ തന്നെയാണ്. ഏജന്റ് ഭയന്നുകൊണ്ട് പറഞ്ഞു. തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് സത്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് കള്ളം പറയുന്നതിൽ കാര്യമില്ലെന്ന് അയാൾ കരുതി. കൂടാതെ ചേതനെ ചതിക്കാൻ മാത്രം അവന് ധൈര്യമില്ലായിരുന്നു. ഏജന്റ് തെറ്റ് സമ്മതിച്ചപ്പോൾ ചേതൻ തലയാട്ടി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കോട്ടിൽ നിന്ന് ഒരു നോട്ടെടുത്ത് അയാൾക്ക് നീട്ടി. ഇതാ 80,000 രൂപ. ഇത് 1 മാസത്തെ വാടകയ്ക്ക് എടുക്ക്. ബാക്കി പണത്തിന് ഇവിടേക്ക് കുറച്ച് ജോലിക്കാരയക്ക്. കൂടാതെ ഞാനിവിടെ താമസിക്കുന്ന അത്രയും കാലം നിങ്ങളായിരിക്കും എന്റെ കാര്യസ്ഥൻ. 50,000 ആണോ 80,000 ആണോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ കൂടെ നിന്നാ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ പണം തരാം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കാം. എന്തായാലും നീ നടത്തുന്ന കടയേക്കാൾ ലാഭം നിനക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. ചേതൻ പറഞ്ഞു. ചേതൻ ശക്തനാണെങ്കിൽ പോലും ഇത്രയും വലിയ ബംഗ്ലാവ് ഒറ്റയ്ക്ക് വൃത്തിയാക്കാൻ അവന് കഴിയില്ല. അതുമല്ല, ഒരു ബംഗ്ലാവിൽ എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റയ്ക്ക് ചെയ്യാനാവില്ലല്ലോ.
അതുകൊണ്ടാണ് വീട്ടുജോലിക്ക് വേലക്കാരെ ആവശ്യമായി വന്നത്. കൂടാതെ പാചകത്തിന് ഒരു പാചകക്കാരന് ആവശ്യമായിരുന്നു. അവൻ ഈ ഏജന്റിനെ തന്റെ കാര്യസ്ഥനാക്കാനുള്ള കാരണം വളരെ ലളിതമാണ്. അവൻ ആൾക്കാരെ പറ്റിക്കാൻ മിടുക്കനാണ്. പെട്ടെന്ന് ഒരുപാട് പണം സമ്പാദിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ചേതനും എസ് ലെവൽ ടീച്ചറായി അഭിനയിക്കാൻ ഒരുങ്ങിയത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാൾ കൂടി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മനസ്സിലാക്കിയാണ് അവൻ അയാളെ തന്നെ തന്റെ കൂടെ കൂട്ടിയത്. ചേതന്റെ വാക്കുകൾ കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു അയാൾ. സാർ എന്താ പറയുന്നത്? 50,000 സ്വർണ്ണ നാണയങ്ങളോ? ഏജന്റ് വീണ്ടും ചോദിച്ചു. ആ കടയിൽ നിന്ന് പ്രതിവർഷം 20,000 രൂപ മാത്രമാണ് അയാൾക്ക് ലഭിക്കുക. അതുപോലെ ബംഗ്ലാവുകൾ വാങ്ങുന്നവരും വളരെ കുറവാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ കമ്മീഷനും സ്ഥിരമല്ല. അതുകൊണ്ട് ചേതൻ പറഞ്ഞ അത്രയും പണം അയാൾക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് എങ്ങനെ ഈ അവസരം വേണ്ടെന്ന് വെക്കാനാവും? എന്ത് പറ്റിയത് എനിക്ക്? എന്റെ കാര്യസ്ഥനാകണ്ടേ? ഇല്ല, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അയാൾ ചേതന്റെ കയ്യിൽ നിന്ന് നോട്ട് കെട്ടുകൾ വാങ്ങി തന്റെ പോക്കറ്റിൽ വെച്ചു. നേരത്തെ ചേതന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ കൈ ഉയർത്തിയതിനേക്കാൾ വേഗത്തിലായിരുന്നു പണം ചേതന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ഇപ്പോൾ അയാൾ ഉയർത്തിയത്. അല്ലെങ്കിലും ഇത്തരമൊരു സുവർണാവസരം ആര് പാഴാക്കാനാണ്? ശരി, ഞാൻ ഈ നാട്ടിൽ കുറച്ചുനാൾ മാത്രമേ കാണൂ. അത്രയും നാൾ നിങ്ങൾ എന്നെ നന്നായി തന്നെ സേവിച്ച നിങ്ങൾ 10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ശമ്പളം 1 മാസം കൊണ്ട് എന്റെ കൂടെ നിന്നുണ്ടാക്കാം. പിന്നെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാം, ചേതൻ പറഞ്ഞു. ഏജന്റ് അത് കേട്ട് ശരി എന്ന് തലയാട്ടി. അത് കണ്ട് ചേതൻ അയാൾക്ക് അയാളുടെ പണി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. സാർ വിഷമിക്കണ്ട, എന്റെ ഭാഗത്തു നിന്നും നല്ലതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യാം. ചേതന്റെ ഓഫർ മനസ്സിൽ വെച്ചുകൊണ്ട് ഏജന്റ് സന്തോഷത്തോടെ അവനെ വണങ്ങി നന്ദി പറഞ്ഞു. അധ്യായം 98. ഇയാൾ ആരായിരിക്കും? സാധാരണ എല്ലാവരെയും സംസാരിച്ച് പറ്റിക്കുന്നത് പോലെ ചേതനെയും പറ്റിക്കാം എന്നായിരുന്നു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കരുതിയിരുന്നത്. എന്നാൽ ചേതൻ വന്ന മാത്രയിൽ തന്നെ തന്റെ കള്ളങ്ങളെല്ലാം കയ്യോടെ പൊക്കി. സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അത് വെച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഇയാളാവട്ടെ തനിക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഇയാൾ ആളുകൊള്ളാം. എന്തൊക്കെ വന്നാലും ഇയാളുടെ കൂടെ നിൽക്കണം, ആ ഏജന്റ് ചിന്തിച്ചു. അല്ല, നിങ്ങളുടെ പേരെന്താണ്? കാര്യമായി എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ഏജന്റിനെ നോക്കി ചേതൻ ചോദിച്ചു. എന്റെ പേര് മോഹൻ എന്നാണ് സാർ. ഈ ഏജന്റ് ജോലി എന്റെ പാർട്ട് ടൈം ജോലിയാണ്, അവൻ തിടുക്കത്തിൽ പറഞ്ഞു. സോറി സാർ, എന്നെ കുറിച്ച് സാറിന് അറിയാമെന്നുള്ള കാര്യം ഞാൻ മറന്നു. സാറിന് എന്റെ പേര് മാത്രമായിരുന്നല്ലേ വേണ്ടിയിരുന്നത്, മോഹൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ചേതന്റെ മുഖം അല്പം ഒന്ന് മാറി. ബെസ്റ്റ്, ഇയാളെ പോലെ അതിമോഹിയായ ഒരാൾക്ക് ഇടാൻ പറ്റിയ പേര്, ചേതൻ ചിന്തിച്ചു. മോഹൻ നല്ല പേരാ കേട്ടോ, ചേതൻ തന്റെ ചിരി അടക്കി ഗൗരവം വിട്ടുകളയാതെ പറഞ്ഞു. അപ്പോ മോഹൻ, ഞാൻ നിനക്ക് കുറച്ച് ജോലികൾ തരാം. ചേതൻ പറഞ്ഞത് കേട്ടതും മോഹൻ ആകാംക്ഷയോടെ മുന്നിലേക്ക് വന്നു നിന്നു. ആദ്യം താൻ ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഇവിടെ ആവശ്യമുള്ള വേലക്കാരെ കണ്ടെത്തണം, അതും ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ. നാളെ ഞാനിവിടെ വരുമ്പോ അവരിവിടെ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെയുള്ള കണക്ഷൻസ് എല്ലാം ഉപയോഗിച്ച് ഒരു എസ് ലെവൽ അധ്യാപകൻ ഇന്ദ്രൻ കുറച്ചു കാലത്തേക്ക് താമസിക്കാൻ വന്നിരിക്കുന്നു എന്ന വാർത്ത പരത്തണം. അത് എത്ര ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും ആൾക്കാരിൽ എത്തിക്കണം, ചേതൻ പറഞ്ഞു. ചെയ്യുന്നത് അഭിനയമായതിനാൽ ഇവിടെ ചേതന് തന്റെ യഥാർത്ഥ പേര് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എന്നാണ് തന്റെ പേരെന്ന് മോഹനെ വിശ്വസിപ്പിച്ചു. എസ് ലെവൽ ടീച്ചർ? മോഹൻ ചേതനെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. അതെ, ഞാനൊരു എസ് ലെവൽ ടീച്ചറാണ്. ചില പ്രധാനപ്പെട്ട കാര്യം അന്വേഷിച്ചാണ് ഞാനിവിടെ വന്നത്. അതിനാൽ ഈ വാർത്ത എത്രത്തോളം പ്രചരിക്കുന്നു അത്രയും നല്ലത്, ചേതൻ തന്റെ കള്ളത്തരം മറച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ നിനക്ക് തന്ന പണം, അത് വേലക്കാർക്ക് ശമ്പളമായി കൊടുത്തു കഴിഞ്ഞാലും ബാക്കിയുണ്ടാവും, അത് നിനക്കെടുക്കാം. നീ ഞാൻ പറയുന്ന ജോലികൾ നന്നായി ചെയ്താ നിനക്ക് ഇതുപോലെ നല്ലൊരു തുക തന്നെ ശമ്പളം ലഭിക്കും. നീ ഒരു ഡോൺ 3 ലെവൽ 4 സ്റ്റേജിലുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. അതും ആ സ്റ്റേജിൽ തന്നെ വർഷങ്ങളായി തുടരുകയാണെന്നും നീ എത്ര ശ്രമിച്ചിട്ടും നിനക്ക് ഈ സ്റ്റേജ് മറികടക്കാൻ സാധിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെയുള്ള സമയം കൊണ്ട് നിന്റെ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. എനിക്ക് ഇതൊക്കെ നിസ്സാര കാര്യമാണ്, ചേതൻ പറഞ്ഞു. അത് കേട്ട് മോഹന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അയാൾ വിനയത്തോടെ അവന് നന്ദി പറഞ്ഞു. 10 വർഷത്തോളമായി മോഹൻ ഇതേ നിലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു എസ് ലെവൽ ടീച്ചറിന്റെ സഹായമുണ്ടെങ്കിൽ ഡോൺ 4ലേക്ക് എത്തുക എന്ന തന്റെ സ്വപ്നം സത്യമായി തീരുമെന്ന് അയാൾ വിശ്വസിച്ചു. സൂര്യാസ്തമയത്തിന്റെ സമയമായതുകൊണ്ട് ഇളം മഞ്ഞ നിറത്തിലുള്ള വെളിച്ചത്തിൽ ചേതനെ കാണാൻ ഒരു മാലാഖയെ പോലെ തോന്നിച്ചു. ഇതുകൂടെ കണ്ടതും
മോഹന്റെ ഉള്ളിലെ ചേതനോടുള്ള ബഹുമാനം കൂടി. ചേതനൊരു എസ് ലെവൽ അധ്യാപകൻ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ ഞങ്ങളുടെ രഹസ്യ കരാറിനെ കുറിച്ച് അറിഞ്ഞു? അതുമല്ല, പിന്നെ എവിടെ നിന്ന് അയാൾക്ക് ഇത്രയും പണം ലഭിച്ചു? അയാളുടെ ചിന്തകൾ ഇപ്രകാരമായിരുന്നു. പണം മാത്രമല്ല, അവന്റെ പെരുമാറ്റവും കണ്ടുകൊണ്ടാണ് ചേതനെ അയാൾ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത്. അല്ലെങ്കിലും ആഠ്യത്വം നിറഞ്ഞ അവന്റെ പെരുമാറ്റം കാണുമ്പോൾ എങ്ങനെയാണ് അവനെ വിശ്വസിക്കാതിരിക്കുക? സാർ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്നോട് പറഞ്ഞ ജോലികളെല്ലാം ഞാൻ ചെയ്തു തീർത്തിരിക്കും, വിനയത്തോടെ തല കുനിച്ചുകൊണ്ട് മോഹൻ പറഞ്ഞു. എസ് ലെവൽ അധ്യാപകർ ലോക പ്രശസ്തരാണ്. രാജാവ് പോലും അങ്ങനെ ഒരു അധ്യാപകനെ ബഹുമാനിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് തന്നെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയ മനുഷ്യനെ സേവിക്കാൻ അവസരം ലഭിച്ചത്. താനൊരു ഭാഗ്യവാനാണെന്ന് ആലോചിച്ച് മോഹൻ സന്തോഷിച്ചു. ശരി, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് ചേതൻ അയാളെ അവിടെ നിന്നും പറഞ്ഞയച്ചു. മോഹൻ അവിടെ നിന്നും പോയതും ചേതൻ ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം എടുത്തു. അഭിനയിച്ച് ഞാൻ തകർക്കും, പക്ഷേ ഇനി ശ്രദ്ധിക്കണം, കണ്ടിന്യൂറ്റി കറക്റ്റ് ആയില്ലെങ്കിൽ പിടിക്കപ്പെടും. തെറ്റായി അഭിനയിച്ചിട്ട് അത് റീടേക്ക് ചെയ്യാൻ ഇത് സിനിമ ഒന്നുമല്ലല്ലോ, ജീവിതമല്ലേ. ചേതൻ ചിന്തിച്ച് തന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. സത്യത്തിൽ ചേതൻ ഒരു എസ് ലെവൽ ടീച്ചറായി അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു. ഇനി അവനെ തേടി ആളുകൾ മാത്രം വന്നാ മതി, അവന് ലക്ഷ്യത്തിലേക്കെത്താൻ. മോഹൻ പോയ ശേഷം ചേതനും ബംഗ്ലാവിൽ അധികം നേരം നിന്നില്ല. അവൻ അവിടെ നിന്നും തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ ചേതൻ അവന്റെ വീട്ടിലെത്തിയിരുന്നു. വന്നിട്ട് അധിക നേരം അലഞ്ഞു തിരിയാതെ തന്നെ ഒരു ബംഗ്ലാവും അതിനോടൊപ്പം ഒരു കായസ്ഥനെയും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞതോർത്ത് ചേതൻ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് ഗാഠനിദ്രയിലേക്ക് വീണു. അന്നേ ദിവസം കുട്ടികളെ പഠിപ്പിക്കുകയും പിന്നെ സംവാദത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഒരു എസ് ലെവൽ ടീച്ചറായി അഭിനയിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവൻ ആകെ തളർന്നിരുന്നു. ആദ്യം രാത്രിയിൽ ഉണർന്നിരുന്ന് അക്യുപോയിന്റ്സ് ഓപ്പൺ ചെയ്യാമെന്നാണ് ചേതൻ കരുതിയതെങ്കിലും കടുത്ത ക്ഷീണം കാരണം കട്ടിലിൽ കിടന്നതും അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. പിന്നെ അവൻ കണ്ണുകൾ തുറക്കുന്നത് പുലർച്ചെയാണ്. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ചേതൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു. ഇനി ടൈം വേസ്റ്റ് ആക്കണ്ട, ആ ശ്യാമുയുള്ള പന്തയം തീരുന്നവരെ ഊണും ഉറക്കില്ലാതെ കഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് ചിന്തിച്ച് കട്ടിൽ നിന്നും എഴുന്നേറ്റു. അവൻ വേഗം തന്നെ ഒരുങ്ങി മാജിക് സ്കൂൾ ലക്ഷ്യമാക്കി ഇറങ്ങി. ചേതൻ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മാജിക് സ്കൂളിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവൻ തന്റെ ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ്സിൽ അവന്റെ വിദ്യാർത്ഥികളെല്ലാം ഹാജരായിരുന്നു. അവരെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് ചേതൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അവരെല്ലാം വരാൻ പോകുന്ന മത്സരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനായി അവരെ കൊണ്ട് കഴിയുന്നത്ര പരിശ്രമിക്കുന്നതിൽ അവന് അഭിമാനം തോന്നി. അവരെല്ലാം അവരുടെ പരിശീലനത്തിൽ പൂർണ്ണ മനസ്സോടെയാണ് ഏർപ്പെട്ടിരുന്നത്. ചേതന് താനൊരു ദിവസം കൊണ്ട് തന്നെ തന്റെ ലക്ഷ്യത്തിലേക്ക് അല്പം മുന്നേറിയത് പോലെ തോന്നി. അവന്റെ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ ഒരു പുരോഗതി പ്രകടമായിരുന്നു. ചേതൻ എല്ലാവർക്കും ആവശ്യമുള്ള ഉപദേശങ്ങൾ നൽകിയാൽ അവർ ഇനിയും മുന്നേറുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ അവരുടെ സംശയങ്ങൾക്ക് മറ്റും മറുപടി കൊടുത്ത ശേഷം അന്നത്തെ പാഠം അവർക്ക് എടുത്തു കൊടുത്തു. ക്ലാസ് കഴിഞ്ഞതും അവൻ തന്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞ് തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് ഒരാൾ കടന്നു വന്നു. ചേതൻ സാർ, ശ്യാം സാർ നിങ്ങളെ ഒരു പന്തയത്തിന് വിളിച്ചത് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിലും സാരമില്ല, ഇത് ശ്യാം സാറ് പന്തയത്തിന് മത്സരിക്കാൻ അയക്കുന്ന കുട്ടികളുടെ ലിസ്റ്റാണ്. അയാൾ ഒരു പേപ്പർ ചേതന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നേരത്തെ ശ്യാമിന്റെ വെല്ലുവിളിയും കൊണ്ട് അർജുൻ ഇവിടെ വന്ന് ചേതന്റെ കുട്ടികളെ ഉപദ്രവിക്കുകയും അതിനെ തുടർന്ന് ചേതന്റെ സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് അർജുനെ അടിച്ച് ഒരു പരവുമാക്കി അയച്ചതുമാണല്ലോ. അതുകൊണ്ട് ഇത്തവണ കുട്ടികളുടെ ലിസ്റ്റും കൊണ്ട് ശ്യാം ഒരു പ്യൂണിനെയാണ് അവിടേക്ക് അയച്ചത്. വെറുതെ വീണ്ടും ഒരു വഴക്കിനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടെന്ന് ശ്യാം കരുതി. ഓരോ അധ്യാപകരുടെ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ എണ്ണം വ്യത്യസ്തമായിരുന്നു. മാജിക് സ്കൂളിലെ പ്രശസ്തരായ അധ്യാപകരായ ശ്യാമിന്റെയും ആര്യൻ സാറിന്റെയും ഒക്കെ ക്ലാസ്സുകളിൽ 100 കണക്കിന് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും ചേതൻ 5 സ്റ്റുഡൻസിന് നേരെ മത്സരിക്കാൻ വിടുന്നത് ശരിയല്ലല്ലോ. 5 vs 100 എന്ന നിലയിൽ മത്സരം നടത്താൻ സാധിക്കില്ല. അങ്ങനെ നടത്തിയാൽ അത് ചേതന്റെ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയായിരിക്കും. അതുമല്ല, 2 ക്ലാസ്സുകളിലെയും എല്ലാ കുട്ടികളെയും തമ്മിൽ മത്സരിക്കാൻ വിട്ടാൽ അത് സ്കൂളിൽ ഒരു കലാപം തന്നെ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് പന്തയത്തിൽ ഏർപ്പെടുന്ന അധ്യാപകർ അവരുടെ ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്ന ചില വിദ്യാർത്ഥികളെ മാത്രം തെരഞ്ഞെടുത്ത് മത്സരത്തിന് അയക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് ശ്യാം തന്റെ മികച്ച 5 വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ചേതൻ അയച്ചത്. എന്നാൽ ചേതന് 5 വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ തന്നെ അവന് ആരെയും തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ചേതൻ മറുപടിയായി ഒന്ന് മൂളി. ശേഷം ലിസ്റ്റ് കയ്യിലെടുത്ത് അതിലെ പേരുകൾ വായിക്കാൻ തുടങ്ങി. ചേതൻ ആ ലിസ്റ്റിലെ പേരുകൾ കണ്ട് തന്റെ നെറ്റി ചൊളിച്ചു. ശ്യാം തന്റെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ തന്നെയാവും തന്റെ കുട്ടികൾക്കെതിരെ പന്തയത്തിന് അയക്കുന്നത് എന്നായിരുന്നു ചേതൻ കരുതിയത്.
ആ സ്കൂളിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലായിരുന്നു. എന്നാൽ ചേതന്റെ വിദ്യാർത്ഥികൾക്ക് തുല്യമായ റാങ്കിലുള്ള വിദ്യാർത്ഥികളെയാണ് ശ്യാം തിരഞ്ഞെടുത്തത്. ഇതെങ്ങനെ സംഭവിച്ചു? ശ്യാം ഇത്ര നല്ലവനായിരുന്നു? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേതൻ അമ്പരന്നു. ശ്യാം നൽകിയ ലിസ്റ്റിലെ 4 വിദ്യാർത്ഥികളുടെ റാങ്കും ചേതന്റെ വിദ്യാർത്ഥികളുടെ റാങ്കിങ്ങും ഏതാണ്ട് ഒന്നു തന്നെയായിരുന്നു. വിവേകിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. കാരണം അവന്റെ അത്രയും താഴ്ന്ന റാങ്കിലുള്ള ആരും ആ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിവേകിന് മത്സരിക്കേണ്ടി വരുന്നത് അവനേക്കാൾ മികച്ച ഒരു കുട്ടിയോടായിരിക്കും. വിവേകിന്റെ ലെവലിലുള്ള വിദ്യാർത്ഥികളെ ശ്യാമിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇതെന്ന് ചേതൻ മനസ്സിലാക്കി. സാറ, ആനന്ദ്, മേഘ, ഋഷി എന്നിവർക്കുമെതിരെ മത്സരിക്കുന്ന മറ്റ് 4 വിദ്യാർത്ഥികളുടെ റാങ്ക് അവരുടേതിനോട് അടുത്തായിരുന്നു. അവ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അത്തരം വെല്ലുവിളികളിൽ വെല്ലുവിളി നേരിടുന്ന അധ്യാപകന് അവന്റെ ഇഷ്ടപ്രകാരം വെല്ലുവിളി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തെരഞ്ഞെടുക്കാൻ സാധിക്കും. അധ്യാപകന് വെല്ലുവിളി സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷെ നിരസിച്ചാൽ അത് ആ അധ്യാപകന്റെ പേരിനെ ബാധിക്കും. വെല്ലുവിളി സ്വീകരിക്കുകയാണെങ്കിൽ മത്സരിക്കുകയും വേണം. അതനുസരിച്ച് ശ്യാമിന് പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മത്സരത്തിന് അയക്കാമായിരുന്നു. കൂടാതെ വിദ്യാർത്ഥികൾ തുല്യരായിരിക്കണമെന്ന് ഒരു നിയമത്തിലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ശക്തരായ കുട്ടികളെ മത്സരത്തിന് അയച്ചാലും ആർക്കും അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശ്യാം ഇത് ഉപയോഗിച്ച് ശക്തരായ കുട്ടികളെ തന്നെ മത്സരത്തിന് പറഞ്ഞുവിടുമെന്നാണ് ചേതൻ കരുതിയിരുന്നത്. പക്ഷേ ശ്യാം കൊടുത്തുവിട്ട ലിസ്റ്റ് വായിച്ച് ചേതൻ ഒന്ന് അമ്പരന്നു. എന്ത്? ആരവോ? ചേതന്റെ അടുത്ത് നിന്ന് ആ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരുന്ന ഋഷി ചോദിച്ചു. ഋഷിയും ആ ലിസ്റ്റ് വായിക്കുന്നുണ്ട് എന്ന് കണ്ടതും ചേതൻ ആ ലിസ്റ്റ് അവന്റെ നേരെ കാണിച്ചു കൊടുത്തു. ഇതിലെന്തൊക്കെയോ ഗൂഢാലോചന ഉണ്ടെന്ന് അവന് തോന്നി. ചേതൻ സാർ, ഇവരുടെ എല്ലാം റാങ്ക് നമ്മളുടേതിന് തുല്യമാണെങ്കിലും നമുക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇവരോട് മത്സരിക്കാൻ ചെന്നാ ഇവർ ഒരു നിമിഷം കൊണ്ട് നമ്മളെ തോൽപ്പിക്കും. ഋഷി ആ ലിസ്റ്റ് കണ്ട് ചേതനോട് പറഞ്ഞു. അതെന്താ ഋഷി അങ്ങനെ പറയുന്നത്? ചേതൻ ആശയക്കുഴപ്പത്തോട് ചോദിച്ചു. ചേതൻ സാർ, ഇങ്ങോട്ട് നോക്ക്. ആരവെന്നാണ് ഈ കുട്ടിയുടെ പേര്? എൻട്രൻസ് പരീക്ഷയിൽ എന്റെ റാങ്ക് 93ഉം അവന്റെ റാങ്ക് 90ഉം. ഞങ്ങളുടെ റാങ്കുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ ഈ പയ്യൻ എന്നേക്കാൾ പഞ്ച് ചെയ്യുന്നതിൽ മിടുക്കനാണ്. അവന്റെ ലെവൽ എന്നേക്കാളും അല്പം ഉയർന്നതാണ്. അതുമല്ല, എന്റെ ലെവലിലുള്ള ആർക്കും അവനോട് പോരാടി ജയിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ റാങ്കിങ് അടുത്തടുത്തായതിന്റെ ഒരേ ഒരു കാരണം അവന് തിയറി എക്സാമിൽ മാർക്ക് കുറവായതുകൊണ്ടാണ്, ഋഷി പറഞ്ഞു. എന്നിട്ട് ഋഷി മറ്റൊരു കുട്ടിയുടെ പേര് കാണിച്ചു. ഇത് കണ്ടോ പ്രജിത്ത്? അവൻ മൂവ്മെന്റ് ടെക്നിക്കിൽ മിടുക്കനാണ്. മേഘയുടെ റാങ്കിങ് 67ഉം അവന്റേത് 69 ആണെങ്കിലും അവന് അവളേക്കാൾ വേഗത കൂടുതലായതുകൊണ്ട് അവൾക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് കേട്ട മേഘയും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ശരിയാണ്, അവൻ എന്നേക്കാൾ മുന്നിലാ. ഞാൻ തോറ്റുപോകും. അതിലെന്റെ സുഹൃത്താണ്. പക്ഷേ എനിക്ക് അവനിതുവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലെ പേര് കണ്ട് ആനന്ദ് പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതുൽ ആര്യൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ഈ ലിസ്റ്റിൽ വന്നത്? ഞാനും അവനും ശ്യാം സാറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആവാൻ വേണ്ടി ടെസ്റ്റ് ഒരുമിച്ചാണ് എഴുതിയത്. റിസൾട്ട് വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഫെയിൽ ആയതാണ്. ഞാൻ എഡ്വിൻ സാറിന്റെ കീഴിൽ ചേർന്നു, അവൻ ആര്യൻ സാറിന്റെയും. പിന്നെ എങ്ങനെയാണ് ഇവൻ ഇപ്പൊ ശ്യാം സാറിന്റെ ലിസ്റ്റിൽ വന്നത്? അതുമാത്രമല്ല, എനിക്ക് മറ്റൊരു കാര്യം കൂടി നല്ല ഓർമ്മയുണ്ട്. ആരവ് വേറെ ടീച്ചറുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ പ്രജിത്തും. ഇത് എങ്ങനെ സംഭവിച്ചു? ഋഷി ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു. ഈ ശ്യാം ഒരു വിളഞ്ഞ വിത്ത് തന്നെ. ഋഷി പറഞ്ഞത് കേട്ട് പല്ല് കടിച്ചുകൊണ്ട് ചേതൻ പറഞ്ഞു. അധ്യായം 99. ചേതൻ ശ്യാമിന്റെ ലിസ്റ്റുമായി വന്നയാളോട് വിദ്യാർത്ഥികളുടെ ലിസ്റ്റിനെ കുറിച്ച് സംശയത്തോടെ ചോദിച്ചു. ഇതെന്താ ഈ ലിസ്റ്റിൽ മറ്റുള്ള ടീച്ചേഴ്സിന്റെ കുട്ടികളൊക്കെ? ഓ, അത് അതിലും ആരവും പ്രജിത്തും കുറച്ചു മുമ്പാണ് അവരുടെ ടീച്ചേഴ്സിന്റെ കീഴിൽ നിന്ന് മാറി ശ്യാം സാറിന്റെ കീഴിൽ വന്നുചേർന്നത്. അയാൾ പറഞ്ഞു. എന്റെ ജോലി സാറിന് ഈ ലിസ്റ്റ് കൊണ്ടുതരിക എന്നത് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. അവർ 3 പേരും ശ്യാമിന്റെ കീഴിൽ ചേർന്നോ? ചേതൻ ആശ്ചര്യത്തോട് ചോദിച്ചു. ഓഹോ, എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ ചേതന് പിടികിട്ടി. കാരണം തുല്യ റാങ്കിലുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് എല്ലാവരുടെയും മുന്നിൽ ഒരു നല്ല അധ്യാപകനായി അഭിനയിച്ച് അവരെയെല്ലാം കബളിപ്പിക്കുകയാണ് ശ്യാമിന്റെ പ്ലാനെന്ന് ചേതന് മനസ്സിലായി. ശ്യാം ഒരു കൗശലക്കാരൻ തന്നെ. ഇതുകൊണ്ടൊന്നും ചേതന്റെ സ്റ്റുഡൻസിനെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിലും ശ്യാം ചേതന്റെ സ്റ്റുഡൻസിനെ കുറിച്ച് നല്ല ഒരു അന്വേഷണം തന്നെ നടത്തി അവരെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് ചേതന് മനസ്സിലായി. അർജുൻ 4ാം റാങ്കുകാരനും സാറ 7ാം റാങ്കുകാരിയുമാണ്. ഇരുവരുടെയും റാങ്ക് ക്രമത്തിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഫൈറ്റിന്റെ കാര്യം വരുമ്പോ എങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവരും കണ്ടതാണ്. അർജുന്റെ വീക്ക് പോയിന്റ് എന്താണെന്ന് ചേതൻ അവളോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സാറയ്ക്ക് ഒറ്റയ്ക്കെന്നല്ല ചേതന്റെ എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന്
അർജുനെ അടിച്ചാലും അവനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. മേഘയുടെ കാലിന്റെ പ്രശ്നത്തെക്കുറിച്ച് ശ്യാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അവളോട് പോരാടാൻ അവൻ പ്രജിത്തിനെ തെരഞ്ഞെടുത്തത്. മേഘയുടെ കാലുകൾ ഇപ്പോൾ ശരിയായി വരുന്നുണ്ടെങ്കിലും ഒരു സാധാരണ യോദ്ധാവിനെ പോലെ കാലിൽ ബലം ഉപയോഗിക്കാൻ അവൾക്ക് ഇപ്പോഴും കഴിയില്ല. പ്രജിത്താണെങ്കിലോ വേഗത്തിലും ചലനത്തിലും അവളെക്കാൾ ശക്തനും. അതുകൊണ്ട് റാങ്കിങ്ങിൽ മേഘ അവനേക്കാൾ ഉയർന്നതാണെങ്കിലും അവന്റെ ചലനത്തിലെ മികവ് കൊണ്ട് കാലിന് ബലമില്ലാത്ത മേഘയെ വരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. മേഘയ്ക്ക് അവനെ തോൽപ്പിക്കുന്നതായി സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് സാരം. ട്രൈഡന്റ് ചുഴറ്റുന്നതിൽ ആനന്ദ് സമർത്ഥനാണ്. പക്ഷേ അതുൽ അവന്റെ സുഹൃത്തായതിനാൽ ആനന്ദിന്റെ എല്ലാ ബലഹീനതകളും അവൻ അറിയാമായിരുന്നു. ഋഷി ഫൈറ്റിംഗിൽ പോരായ്മകളൊന്നുമില്ലാത്ത ഒരു വിദ്യാർത്ഥിയാണ്. അവൻ പഞ്ച് ടെക്നിക്കിൽ വിദഗ്ധനായിരുന്നു. അതേസമയം ഋഷിയുടെ കൈ ദുർബലമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ ഡോൺ ലെവലിന് ചേരാത്ത ഡ്രാഗൺ ഫിസ്റ്റ് പരിശീലിച്ചിരുന്നത് കൊണ്ട് വലത് കൈയുടെ പൾസ് ദുർബലമായിരുന്നു. അതിനാൽ മത്സരത്തിൽ ഫലം അവന് പ്രതികൂലമായിരിക്കാം. വിവേകിന്റെ കാര്യത്തിലാണെങ്കിൽ അവനോട് പോരാടാൻ പോകുന്നത് ശ്രീരാഗാണ്. ശ്രീരാഗിന്റെ റാങ്ക് 300-നടുത്താണ്. ഋഷി അവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചേതനോട് പറഞ്ഞിരുന്നു. അതുകൂടെ കേട്ടതോടെ ചേതന് ശ്യാമിന്റെ തന്ത്രം പൂർണ്ണമായി മനസ്സിലായി. വിവേകുമായി ഫൈറ്റ് ചെയ്യാൻ ശ്യാം ബുദ്ധിപൂർവ്വം തന്നെയാണ് ശ്രീരാഗിനെ തെരഞ്ഞെടുത്തത്. ശ്രീരാഗ് ഒരു യുദ്ധമുറകളിലും പ്രാവീണ്യം നേടിയിട്ടില്ലെങ്കിലും അവന് നന്നായി ആക്രമിക്കാൻ അറിയാം. മാത്രമല്ല അവന്റെ സ്പെഷ്യാലിറ്റി അറ്റാക്കിങ്ങിലാണ്. ഇത്തരമൊരു ഫൈറ്ററെ വിവേകിന്റെ പോലെ ഒരു വിദ്യാർത്ഥിക്കൊപ്പം മത്സരിക്കാൻ അയക്കുന്നതായിരിക്കും നല്ലതെന്ന് ശ്യാം വിചാരിച്ചു കാണും. കാരണം വിവേകിന്റെ ആകെ കഴിവ് ഡിഫൻസിലാണ്. കൗശലക്കാരനായ ശ്യാം തന്റെ മികച്ച വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കണ്ണിൽ സ്വയം ഒരു മികച്ച അധ്യാപകനാണെന്ന് വരുത്താൻ ചേതന്റെ വിദ്യാർത്ഥികൾക്ക് തുല്യരായ വിദ്യാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി തന്റെ സഹപ്രവർത്തകരായ അധ്യാപകരെ വശത്താക്കി അവരുടെ വിദ്യാർത്ഥികളെ സ്വന്തമാക്കി. എങ്കിൽ മാത്രമല്ലേ ശ്യാമിന് ഒരു നല്ല അധ്യാപകൻ എന്ന തന്റെ ഇമേജ് നിലനിർത്താൻ കഴിയൂ. അയാൾ തന്ത്രപൂർവ്വം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ചേതന്റെ സ്റ്റുഡൻസിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. ഇനി ചേതൻ തന്റെ വിദ്യാർത്ഥികൾക്ക് പുതുതായി എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താലും ശ്യാമിന്റെ സ്റ്റുഡൻസിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 15 ദിവസത്തിനുള്ളിൽ അവരെ തോൽപ്പിക്കാനുള്ള വഴി കണ്ടെത്തുക അസാധ്യമാണ്. എല്ലാത്തിനുമുപരി ചേതന്റെ 5 വിദ്യാർത്ഥികൾക്കും അവരുടേതായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം വളരെ വലുതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പരിഹരിക്കാനാവുന്നതല്ല. എല്ലാം കൂടി ഓർത്തപ്പോൾ ചേതന്റെ തല പുകഞ്ഞു. ഇവൻ എന്നെ ഉപയോഗിച്ച് അവന്റെ ഇമേജ് മെച്ചപ്പെടുത്താൻ നോക്കുകയാണോ? ചേതൻ ദേഷ്യത്തോടെ ചിന്തിച്ചു. മറ്റുള്ളവർ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ചേതൻ ശാന്തനായിരുന്നു. എല്ലാത്തിനുമുപരി താൻ ഈ ലോകത്തേക്ക് വന്ന ദിവസം മുതൽ എന്നും ആരെങ്കിലുമൊക്കെ തന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നതാണ്. അതുകൊണ്ട് ചേതന് ഇതൊന്നും വലിയ കാര്യമായി തോന്നിയിരുന്നില്ല. എന്നാൽ ഇപ്പോ ശ്യാം അതിരി കിടക്കുകയാണ്. ചേതനെ ചവിട്ടി മെതിക്കാനുള്ള ചിന്തയിൽ എന്ത് തറവേല കാണിക്കാനും ശ്യാം തയ്യാറായിരുന്നു. ചേതനെ പരാജയപ്പെടുത്തി അവൻ സ്വന്തം പേരും പെരുമയും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചേതൻ അത്ര നിസാരക്കാരനല്ലെന്ന് ശ്യാമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചേതൻ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയും ശ്യാമിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൻ കരുതി. അവനെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല. ശ്യാമിനെ തോൽപ്പിക്കാൻ ഞാനും ഏത് അറ്റം വരെയും പോകും. 10 ദിവസം കൊണ്ട് എങ്ങനെയും 30 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കി ആ മരുന്നുകൾ വാങ്ങണം. കാര്യങ്ങൾ ഇത്രയും കൊണ്ട് എത്തിക്കാമെങ്കിൽ എന്നെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. ചേതൻ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു. അവന്റെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണത നിറഞ്ഞു നിന്നു. ചേതന് ഇതാദ്യമായിട്ടായിരുന്നു ഇത്രയും ദേഷ്യം തോന്നുന്നത്. ഇത്രയധികം പണം സ്വരൂപിക്കാൻ താൻ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമോ എന്നായിരുന്നു ചേതൻ ആദ്യം ചിന്തിച്ചത്. തന്റെ വിദ്യാർത്ഥികളിൽ നിന്ന് മരുന്നിന്റെ പണം ഈടാക്കുന്നതിനെ കുറിച്ച് പോലും അവൻ ചിന്തിച്ചു. എന്നാൽ അങ്ങനെ ചെയ്താൽ അത് അവന്റെ ഇമേജിനെ ബാധിക്കും. അവൻ ഓരോന്ന് ചിന്തിച്ച് നെടുവേർപ്പെട്ടു. ശ്യാം, നീ നിന്റെ തോൽവിക്ക് തയ്യാറായിക്കോ. ഇരച്ചു വന്ന ദേഷ്യത്തിൽ അവൻ മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് തന്റെ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രാക്ടീസ്? പന്തയത്തിന് നിങ്ങൾ സജ്ജരാണോ? വിദ്യാർത്ഥികളെ നോക്കി അവൻ ഉറക്കെ ചോദിച്ചു. യെസ് സാർ. സ്റ്റുഡൻസ് എല്ലാം ഒരുമിച്ച് മറുപടി കൊടുത്തു. സാറുള്ളപ്പോ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ്, അവർ പറഞ്ഞു. അത് കേട്ട് ചേതനൊന്ന് തലയാട്ടി. ഗുഡ്. എപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് എന്നിലുള്ള അതേ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിലും വേണം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയൂ, ചേതൻ അവരോട് പറഞ്ഞു. അവൻ അവർക്ക് വേറെയും ചില ഉപദേശങ്ങൾ നൽകി. കുറച്ചു സമയത്തെ ആലോചനകൾക്ക് ശേഷം ചേതൻ കുറച്ചു ദിവസം താൻ അവധിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു. താൻ ഇവിടെ ഇല്ലെങ്കിലും പരിശീലനം നിർത്തരുതെന്ന് അവരോട് കർശനമായി പറഞ്ഞതിന് ശേഷം ചേതൻ സ്കൂൾ വിട്ടിറങ്ങി. പിന്നീട് ആളൊഴിഞ്ഞ ഒരു തെരുവ് കടന്ന് ചേതൻ ആരും കാണാത്ത ഒരിടത്തേക്ക് പോയി.
അവിടെ വെച്ച് അവൻ എസ് ലെവൽ അധ്യാപകനായ ഇന്ദ്രനായി വേഷം മാറി. മത്സരത്തിന് ഇനി 14 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ അവൻ ഒട്ടും തന്നെ സമയം പാഴാക്കിയില്ല. നേരെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. അവൻ ബംഗ്ലാവിന്റെ ഗേറ്റിൽ എത്തിച്ചേർന്നു. വാതിൽക്കൽ 2 കാവൽക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ താൻ ഇന്നലെ മോഹനെ ഏൽപ്പിച്ച ജോലി അയാൾ കൃത്യമായി തന്നെ ചെയ്തുവെന്ന് ചേതൻ മനസ്സിലാക്കി. അവർ ആ ഗേറ്റിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് ചേതന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറി തുറന്നു. അതിൽ നിന്നും ഓരോ പുസ്തകങ്ങൾ പുറത്തേക്ക് വന്നു. അതിൽ അവരെ ഓരോരുത്തരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ചേതൻ അതിൽ നിന്ന് അവരുടെ ഡോൺ സ്റ്റേജ് നോക്കി. ഡോൺ സ്റ്റേജ് 4 ലെവൽ 3 ഫൈറ്റർ എന്നാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. കൊള്ളാം, മോഹൻ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചേതൻ ചിന്തിച്ചു. 2 കാവൽക്കാരും യൂണിഫോമിലായിരുന്നു. ഒരു ആർമി യൂണിഫോം പോലെ അത്ര ഗംഭീരമൊന്നുമല്ലെങ്കിലും ഇവരുടെ യൂണിഫോമിനും ഏകദേശം ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. അവർ ബോഡി ഗാർഡ്സ് ആണെന്നുള്ളത് അവരെ കണ്ടാൽ തന്നെ അറിയാൻ കഴിയുമായിരുന്നു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ മോഹൻ നല്ലൊരു ജോലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹലോ സാർ. ചേതനെ കണ്ട 2 കാവൽക്കാരും അവനെ സ്വീകരിച്ചു. ചേതനൊന്നും തലയാട്ടി. ഇന്ദ്രന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും കാര്യസ്ഥൻ മോഹൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം 2 പേർക്കും ഒറ്റ നോട്ടത്തിൽ ചേതനെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. ചേതൻ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് കയറി ചുറ്റും നോക്കി. ആ വീട് മുഴുവൻ വളരെ വൃത്തിയും വെടിപ്പുമുള്ളതായിരുന്നു. ഒരിടത്തും ഒരു തരി ചവറ് പോലും കാണാനില്ല. അവിടെയെല്ലാം ചെടികളും വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയതും ഒരു നല്ല ഗന്ധം അവന്റെ നാസികയിലേക്ക് എത്തിയിരുന്നു. സാർ. ബംഗ്ലാവിനുള്ളിൽ നിൽക്കുന്ന കാവൽക്കാരും സേവകരും ചേതന്റെ മുന്നിൽ വന്ന് അവരുടെ ബഹുമാനം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചേതൻ സന്തോഷത്തോടെ തലയാട്ടി അഭിമാനത്തോടെ ബംഗ്ലാവിലേക്ക് കടന്നു. അവർ അവനെ അനുഗമിച്ചു. താൻ നൽകിയ എല്ലാ ജോലികളും മോഹൻ ചെയ്തിട്ടുണ്ടാകുമെന്ന് അവന് മനസ്സിലായി. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. വീട് പരിപാലിക്കാൻ ഞാനിവിടെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ 30 വേലക്കാരെയും 5 ഗാർഡുകളെയുമാണ് നിയോഗിച്ചിരിക്കുന്നത്. മോഹൻ വിനയത്തോടെ പറഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും അധികം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലി മോഹന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അവനെ തന്റെ കാര്യസ്ഥനാക്കിയതിൽ ചേതന് സന്തോഷം തോന്നി. വെരി ഗുഡ്, യു ആർ വെരി സ്മാർട്ട്. ചേതൻ മോഹനെ അഭിനന്ദിച്ചു. അല്ല, ഞാനിവിടെ എത്തിയ വിവരം നാട്ടിലാകെ പറഞ്ഞു പരത്താൻ പറഞ്ഞതെന്തായി? ചേതൻ സംശയത്തോടെ അയാളെ നോക്കി. അതോർത്ത് സാർ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എസ് ലെവൽ ടീച്ചർ വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലായിടത്തും പരത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഈ വിവരം ഈ നാടാകെ അറിയും. മോഹൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ചേതനോടുള്ള വല്ലാത്ത ബഹുമാനമുണ്ടായിരുന്നു. എന്തിനാണ് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത് എന്നറിയില്ലെങ്കിലും ഇന്ദ്രൻ സാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് മോഹൻ വിശ്വസിച്ചു. കൊള്ളാം. നീ എങ്ങനെയാണ് ആ വാർത്ത പ്രചരിപ്പിച്ചത്? ചേതൻ ആശ്ചര്യത്തോട് ചോദിച്ചു. ഞാൻ എന്റെ കട എന്നേക്കുമായി പൂട്ടാൻ പോവുകയാണെന്ന് എന്റെ കടയിൽ സ്ഥിരമായി വരുന്നവരോടും അവിടെ അടുത്തുള്ള മറ്റുള്ളവരോടും പറഞ്ഞു. അവർ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ ഇവിടെ എസ് ലെവൽ ടീച്ചർ എത്തിയിട്ടുണ്ടെന്നും ഞാൻ അദ്ദേഹത്തിന്റെ കാര്യസ്ഥനാകാൻ പോവുകയാണെന്നും പറഞ്ഞു. ഇനി ഈ വാർത്ത അവരിലൂടെ കാട്ടുതീ പോലെ പറക്കും. മോഹൻ ചേതനോട് പറഞ്ഞു. ചേതൻ മറുപടിയായി ഒന്ന് മൂളി. ശരിക്കും ഇതിലും നല്ല ഒരു വഴി ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവന് തോന്നി. മോഹനിലൂടെ പടർന്ന ഈ സന്ദേശം ആരിലും എളുപ്പത്തിൽ എത്തിച്ചേരുകയും ദൂരദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. പക്ഷേ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഇപ്പോഴേ പ്രവചിക്കാൻ കഴിയില്ല. സാർ, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? മോഹൻ ചോദിച്ചു. ചേതന്റെ സന്തോഷം കണ്ട് അവനും വളരെ സന്തോഷത്തിലായിരുന്നു. മോഹന്റെ ചോദ്യം കേട്ട് ചേതനൊന്ന് ആലോചിച്ചു. ഇല്ല, വേറെ ഒന്നുമില്ല, ചേതൻ അയാളോട് പറഞ്ഞു. എന്നിട്ട് അല്പം ചിന്തിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ വേലക്കാരെല്ലാം കൊണ്ടുവന്നപ്പോ ഒരുപാട് പണമായി കാണില്ലേ? ഞാൻ നിനക്ക് ഇന്നലെ തന്ന 80,000 സ്വർണ്ണ നാണയങ്ങൾ തികഞ്ഞോ അതോ? ചേതൻ സംശയത്തോടെ ചോദിച്ചു. അവൻ ആകെ അയാൾക്ക് 80,000 സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തത്. ഈ ബംഗ്ലാവിന്റെ വാടക 50,000 അതുകൂടാതെ 30 വേലക്കാരെയും 5 കാവൽക്കാരെയും ഇവിടെ നിയമിച്ചിട്ടുണ്ട്. വാടക മാറ്റിക്കഴിഞ്ഞ് ബാക്കിയുള്ള 30,000 സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് ഇതെല്ലാം നടക്കുമോ എന്ന സംശയമായിരുന്നു അവനിൽ. ഇല്ല സാർ, ചെലവാക്കാൻ കുറച്ച് പണം ഇനിയും ബാക്കിയുണ്ട്. ഒരു എസ് ലെവൽ ടീച്ചറിന്റെ ബംഗ്ലാവിലാണ് ഗാർഡും ജോലിക്കാരനുമായി തൊഴിൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ അവരെല്ലാം വേഗത്തിൽ തന്നെ അതിന് സമ്മതിച്ചു. കുറഞ്ഞ പണത്തിന് അവർ ജോലിക്ക് വന്നു. അതുമല്ല, ചിലരൊക്കെ ശമ്പളം പോലും വാങ്ങിക്കാതെയാണ് ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30,000 സ്വർണ്ണ നാണയങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട്. മോഹൻ ആവേശത്തോടെ പറഞ്ഞു.
എസ് ലെവൽ ടീച്ചറുടെ സ്വാധീനത്തെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും മോഹന് ഇതുവരെ ഒരു ധാരണയുമില്ലായിരുന്നു. എസ് ലെവൽ ടീച്ചറെ കുറിച്ച് ആളുകൾ കരുതുന്നത് ഒന്നും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ഭയം കൊണ്ടും കാശിനോടുള്ള മോഹം കൊണ്ടും മോഹൻ കാര്യസ്ഥൻ എന്ന പദവി ഏറ്റെടുത്തെങ്കിലും ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞ ശേഷം അയാൾക്ക് ആത്മാർത്ഥതയോടെ തന്നെ ആ ജോലി ചെയ്യാൻ തോന്നി. മോഹൻ ആവേശത്തോടെ സംസാരിക്കുന്നത് കേട്ട് ചില കാവൽക്കാരും ജോലിക്കാരും ശുഷ്കാന്തിയോടെ ഓടിയെത്തി. എസ് ലെവൽ ടീച്ചറെ സേവിക്കാൻ വരുമ്പോൾ എല്ലാവരും ഒന്നേ ചിന്തിച്ചുള്ളൂ, മറ്റൊരു തൊഴിലിനും അത്തരമൊരു ശക്തിയില്ല. എന്തുകൊണ്ടാണ് മറ്റൊരു ജോലിക്കും കിട്ടാത്ത അത്ര ബഹുമാനം ഇതിന് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഒരു എസ് ലെവൽ അധ്യാപകൻ നൽകുന്ന ഉപദേശം ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് എന്നതാണ്. വർഷങ്ങളുടെ അഭ്യാസത്തിൽ നിന്നും ഒരാൾക്ക് കിട്ടാത്ത അത്ര അറിവ് ഒരു ഉപദേശത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കും. എസ് ലെവൽ ടീച്ചറെ സേവിക്കാനും അവന്റെ കീഴിലിരിക്കാനും ആളുകൾ ഭ്രാന്തന്മാരെ പോലെ ആർത്തി കൂട്ടുന്നതിന്റെ കാരണം ഇതാണ്. ഇപ്പോൾ വാർത്തകൾ പ്രചരിച്ചതോടെ പലരും ഇവിടം തേടി എത്തിയേക്കും. അങ്ങനെ തന്നെ കാണാൻ വരുന്നവർക്കായി ആകാംക്ഷയോടെ ചേതൻ കാത്തിരുന്നു. അധ്യായം 100. ആൾക്കാരെയും പ്രതീക്ഷിച്ച് ഇരിപ്പിടത്തിൽ ഇരുന്നിരുന്ന ചേതൻ ഒരു വേലക്കാരെ കണ്ടതും തനിക്കൊരു ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവൾക്ക് ഒരു 16-17 വയസ്സ് മാത്രമേ പ്രായം തോന്നുകയുള്ളൂ.